നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില പാരാമെഡിക്കൽ കോഴ്സുകൾ അഥവാ അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സുകളെ പറ്റി പരിചയപ്പെടുത്താം. +2 കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ കോഴ്സുകളെ പറ്റി ഒരു അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. +2 ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. അലൈഡ് ഹെൽത്ത് സയൻസസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്ന കോഴ്സുകൾ MBBS അല്ല, അല്ലെങ്കിൽ ഡെന്റൽ BDS കോഴ്സ് ഉണ്ട്, ഡെന്റൽ സർജൻസ്, MBBS ഡോക്ടേഴ്സ്. ഈ കോഴ്സുകൾ അല്ലാതെയുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവരെ സഹായിക്കുന്നതിനായിട്ടുള്ള ചില കോഴ്സുകളാണ് ഉള്ളത്. ഈ കോഴ്സുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഈ കോഴ്സുകളെ നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു സാധാരണമായിട്ടുള്ള ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഈ BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യാം. അതുപോലെയുള്ള ഒരു കോഴ്സാണ് B.Pharm, ഫാർമസിസ്റ്റ് ആവുന്നതിനുള്ള ഒരു കോഴ്സ്. പിന്നെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വേറൊരു കോഴ്സാണ് BPT, അതായത് ഫിസിയോതെറാപ്പി, ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന BPT എന്ന കോഴ്സ്. ഇതല്ലാതെ വേറെയും അറിയപ്പെടുന്ന ചില കോഴ്സുകളാണ് MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഇങ്ങനത്തെ ഒരു 4 കോഴ്സുകളെ പറ്റി പൊതുവെ എല്ലാവർക്കും അറിവുള്ളതായിരിക്കും. ഇത് കൂടാതെയുള്ള വേറെ എന്തൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളത്? ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ ഓർ അലൈഡ് ഹെൽത്ത് സയൻസസ് ചുരുക്കം ചില ആശുപത്രികളിലോ ചുരുക്കം ചില മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. BSc നഴ്സിംഗ്, ഫാർമസി, മറ്റു കോഴ്സുകൾ സർവ്വസാധാരണമാണെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ചില കോഴ്സുകൾ ചില ഹോസ്പിറ്റലുകളിൽ ഓർ ചില മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് കോഴ്സ്, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ കോഴ്സ് ഞാൻ ഒരു മെഡിക്കൽ സൈഡിലുള്ള ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ MBBS എല്ലായിടത്തും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. BDS അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും. അതല്ലാതെയുള്ള ഞാൻ പറയാൻ പോകുന്ന ചില കോഴ്സുകൾ അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചില മെഡിക്കൽ കോളേജുകളുടെ വെബ്സൈറ്റിൽ പോയി അവർ തരുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്, നിങ്ങൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന ഡൽഹിയിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ വളരെ ഫേമസ് ആയുള്ള ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ നടത്തുന്ന കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, ഈ വെല്ലൂരിലുള്ള മെഡിക്കൽ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ പോയി അവിടെ എന്തെല്ലാം പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ പോകേണ്ട ഒരു വെബ്സൈറ്റ് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. അതിൻ്റെയും ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ ശേഖരിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ ചെന്നൈയിലുള്ള SRM യൂണിവേഴ്സിറ്റി, ശ്രീ രാമചന്ദ്ര മെഡിക്കൽ കോളേജ് തുടങ്ങി മെഡിക്കൽ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റിൽ പോയി അവിടെ എന്തെല്ലാം കോഴ്സുകളാണ് അവർ നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾ പ്രാരംഭ നടപടികൾ രീതിയിൽ ചെയ്യേണ്ടത് ഇത്തരം മെഡിക്കൽ കോളേജുകളുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ ഡീറ്റെയിൽസും അതിൻ്റെ റെക്കഗ്നീഷൻ ഡീറ്റെയിൽസും എല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ കുറച്ച് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരാം. എൻ്റെ കയ്യിൽ ഒരു 18 കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോഴ്സ്, പാരാമെഡിക്കൽ കോഴ്സ് BSc നഴ്സിംഗ് തന്നെയാണ് ഇന്നും ഇപ്പോഴും. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ എപ്പിഡമിക്കുകളുടെയും പാൻഡമിക്കുകളുടെയും കാലത്തിൽ നഴ്സിംഗ് പ്രൊഫഷന് ഒരു പ്രധാന പങ്ക് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായ നഴ്സിംഗ് ആളുകൾക്ക് എല്ലായ്പ്പോഴും വിദേശത്തും സ്വദേശത്തും നല്ല ഡിമാൻഡ് ഉണ്ട്. BSc നഴ്സിംഗ് അതാണ് എപ്പോഴും ഒരു പ്രൈമായിട്ടുള്ളത് കോഴ്സ്. ചിലർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എന്നാലും BSc നഴ്സിംഗ് ആണ് ഒന്നാമത്തെ കോഴ്സ്. പിന്നെ വരുന്നതാണ് B.Pharm.
ബി ഫാർമസി എന്ന കോഴ്സ്, ഫാർമസിസ്റ്റ് ആവാനും പിന്നെ അത് കൂടുതലായി പഠിച്ച് MPharm PhD അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് പോകുന്നതിനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഫാർമസി കോഴ്സ്. പിന്നെ ഉള്ളതാണ് BPT ഫിസിയോതെറാപ്പി. ഇത് ഫിസിയോതെറാപ്പി, അതും ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമുള്ള ഒരു ബ്രാഞ്ചാണ് ഫിസിയോതെറാപ്പി. സ്വന്തമായും എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലിനിക്ക് തുടങ്ങുന്നതിനും ഈ ഫിസിയോതെറാപ്പി സഹായകമായിരിക്കും. പിന്നെ ഉള്ള ഒരു കോഴ്സാണ് BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. സ്വന്തമായി ലാബ് തുടങ്ങുന്നതിനും മറ്റു ഹോസ്പിറ്റലുകളിലും ജോലി ലഭിക്കുന്നതിന് ഈ കോഴ്സ് സഹായകരമാണ്. BSc MLT. അതിന് ഉന്നത പഠനത്തിന് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ മേഖലകളിൽ ഫർദർ റിസർച്ച് ചെയ്യുന്നതിനും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിനും ഈ കോഴ്സ് എടുത്ത സൗകര്യം ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ഈ 4 കോഴ്സുകൾ കൂടാതെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റു കോഴ്സുകളെ കൂടി നമുക്ക് നോക്കാം. അതിലുള്ള ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഓക്കെ. പിന്നെ ഉള്ള ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി. പിന്നെ BSc എമർജൻസി മെഡിസിൻ ആൻഡ് ടെക്നോളജി. പിന്നെ സൈക്കോളജി, BSc സൈക്കോളജി. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി. സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. പിന്നെ അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. BSc ഇൻ അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. പിന്നെ ഒന്ന് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ കാർഡിയോവാസ്കുലാർ ടെക്നോളജി. പിന്നെ ഉള്ളതാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. BSc ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. പിന്നെ BSc ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി. പിന്നെ ഉള്ളതാണ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി. വേറെ ഒന്ന് റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി. BSc ഇൻ റെസ്പിറേറ്ററി തെറാപ്പി. Then BSc in clinical nutrition and dietetics. വേറെ ഒന്ന് ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് BSc in exercise and sports science. സോ ഇത്രയും ഒരു കോഴ്സുകളാണ് നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ളത്. ഇതിൽ BScയും ഉണ്ട്, ഡിപ്ലോമയും ഉണ്ട്. ചില ഓർഗനൈസേഷൻ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ചില മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സുകൾ അവൈലബിൾ ആണ്, ചില കോഴ്സുകളിൽ BSc കോഴ്സുകൾ അവൈലബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും BSc കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഇത് നമ്മൾ എന്താ പറയുക, അവർ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഡിഫറെൻ്റ്ലി ഏബിൾ എന്നാണ് അവർ പറയുക. ആ കുട്ടികൾക്കൊക്കെ വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നതിനുള്ള, അവർക്ക് ആ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഇവർക്ക് അഡിക്ഷൻ സെൻറ്ററിൽ ജോലി കിട്ടാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോലി കിട്ടാം, ജീറിയാട്രിക് സെൻറ്റേഴ്സ്, ദെൻ പ്രൈവറ്റ് പ്രാക്ടീസും ചെയ്യാം. അതാണ് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. പിന്നെ ഉള്ളതാണ് ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി. ഇതാ നിങ്ങൾക്ക് കണ്ണിൻ്റെ ഓഫ്താൽമോളജി അതിന് സഹായിക്കുന്ന അവരുടെ ഡോക്ടേഴ്സിന് നമ്മൾ ഈ കണ്ണട മേക്ക് ചെയ്യുന്നതിനും ലെൻസ് മേക്ക് ചെയ്യുന്നതിനും ലെൻസിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതിനും ആളുകളുടെ പവർ ചെക്ക് ചെയ്യുന്നതിനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക്. ടെറിഷറി ഐ കെയർ ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടും. ഓപ്റ്റിക്കൽ ആൻഡ് കോൺടാക്ട് ലെൻസ് ഇൻഡസ്ട്രീസ്, ഇതിൻ്റെയൊക്കെ ഇൻഡസ്ട്രീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി. പിന്നെയുള്ളതാണ് എമർജൻസി മെഡിസിൻ ടെക്നോളജി. പല ആശുപത്രികളിലും
എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വരുമ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അവർക്ക് വേണ്ട ഹെൽപ്പുകളും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുന്നതിനും അതിനെന്തൊക്കെ വേണം, എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്യണം, അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം, അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സയൻസാണ് ദിസ് എമർജൻസി മെഡിസിൻ ടെക്നോളജി. പിന്നെ സൈക്കോളജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BSc സൈക്കോളജി. പിന്നെ അതിൽ BSc സൈക്കോളജി ഒരു പ്രൈവറ്റ് പ്രാക്ടീസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ MSc സൈക്കോളജി ഓർ MA സൈക്കോളജി എല്ലാം എടുക്കണം. അതിനെപ്പറ്റി കൂടുതൽ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് നല്ലതാണ്. BSc സൈക്കോളജി എടുത്ത് അത് മാത്രം BSc സൈക്കോളജി മാത്രം പഠിച്ചത് കൊണ്ട് ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ പോകാൻ പറ്റില്ലെങ്കിലും അതിന് ഫർദർ സ്റ്റഡീസ് ഒരു MA സൈക്കോളജി ഓർ MSc സൈക്കോളജി പഠിച്ചതിന് ശേഷം ധാരാളം സാധ്യതകളുള്ള ഒരു കോഴ്സാണ് BSc സൈക്കോളജി. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ബാച്ചിലർ ഇൻ ഓഡിയോളജി. ബാച്ചിലർ ഇൻ ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി എന്ന പേരിൽ ചിലയിടത്ത് അങ്ങനെയാണ് പറയുക. സ്പീച്ച് തെറാപ്പി ഓർ ഓഡിയോളജി ഓർ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന പേരിലെല്ലാം പല പല കോഴ്സുകൾ നടക്കുന്നുണ്ട്. ദിസ് ഈസ് എ വെരി ഗുഡ്. പല ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള ജന്മന സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ജന്മന കേൾവി കുറവുള്ളവർക്കുമെല്ലാം അതുപോലെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കാനും ഈ സൈൻ ലാംഗ്വേജ് അതൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സാണിത്. BSc ഓഡിയോളജി ഓർ BSc സ്പീച്ച് തെറാപ്പി. ഈ കോഴ്സിന് പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ വേറെ മറ്റ് മെഡിക്കൽ കോളേജുകളിലും ഈ കോഴ്സ് നടത്തുന്നുണ്ട്. ഫിസിയോതെറാപ്പിയെ പറ്റി ഓൾറെഡി നിങ്ങൾക്കറിയാം. പിന്നെ ഉള്ളത് അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. BSc ഇൻ അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. പലപ്പോഴും ഒരു സർജറി ചെയ്യുമ്പോൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിന് ഒരു അനസ്തീഷ്യ ചെയ്യാൻ ബിഫോർ ഓപ്പറേഷൻ ഒരു അനസ്തീഷ്യ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ അനസ്തീഷ്യ ചെയ്യുന്നതിന് ഒരു ഡോക്ടറുണ്ട്, അനസ്തെറ്റിസ്റ്റ് ഉണ്ട്. അതിന് ധാരാളം ഇൻസ്ട്രുമെൻസും ധാരാളം ഒരു ഫുൾ ടൈം ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പും അതിന് ശേഷവും ഈ അനസ്തെറ്റിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ഈ അനസ്തെറ്റിസ്റ്റിനെ സഹായിക്കുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് ദിസ് അനസ്തീഷ്യ, BSc ഇൻ അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. അതുപോലെ തന്നെ BSc ഇൻ കാർഡിയോവാസ്കുലാർ ടെക്നോളജി, ഹാർട്ട് വാൽവ്, അത് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ, അത് മാറ്റിവെക്കുന്ന പ്രശ്നങ്ങൾ, ഇത് അതോട് ബന്ധപ്പെട്ടുള്ള ഹാർട്ട്, നിങ്ങളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെ അതിനുള്ള ഒരു ഡോക്ടർ ഉണ്ടാവും, കാർഡിയോ തൊറാസിക് സർജൻ ഉണ്ടാവും. ആ ഡോക്ടറെ സഹായിക്കുന്നതിനുള്ള ഒരു ജോലിയാണ് ഇതിനുള്ള നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നതിന് ബാച്ചിലർ ഓഫ് BSc ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി. ചില കോളേജുകളിൽ അത് കാർഡിയോളജി, BSc ഇൻ കാർഡിയോളജി എന്ന പേരിലും അത് കോഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ചില എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറയും, ചിലർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ടെക്നീഷ്യൻ, MRIT, അങ്ങനെ പല പേരിലായിട്ട് അത് അറിയപ്പെടും. നിങ്ങൾക്ക് എക്സ്റേ ടെക്നീഷ്യൻ ആവാനും അല്ലെങ്കിൽ MRI ടെക്നീഷ്യൻ ആവാനും അല്ലെങ്കിൽ CT സ്കാൻ ടെക്നീഷ്യൻ ആവാനെല്ലാം ഈ കോഴ്സ് കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആസ് യൂഷ്വൽ മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ലബോറട്ടറീസിലും നിങ്ങളുടെ രോഗം ഡയഗ്നോസിസ് ചെയ്യാൻ, രോഗം പരിശോധിക്കുന്നതിന്, രോഗം എന്താണെന്ന് അറിയുന്നതിന്, കണ്ടുപിടിക്കുന്നതിനായിട്ട് ലബോറട്ടറിയുടെ ആവശ്യമുണ്ട്. ഈ ലബോറട്ടറിയിൽ വിവിധതരം ടെക്നീഷ്യൻസ് ആവശ്യമുണ്ട്. ഈ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന കോഴ്സാണ് BSc MLT. പിന്നെ ഉള്ള ഒരു കോഴ്സാണ് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. BSc in Nuclear Medicine Technology, ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ബോംബെയിലുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കോഴ്സുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ന്യൂക്ലിയർ മെഡിസിൻ എന്നൊരു ബ്രാഞ്ച് ഉണ്ട് മെഡിക്കൽ സയൻസസ്. അതിന് ആ ഡോക്ടർമാരെ സഹായിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഡയഗ്നോസിസ് മെത്തേഡ്സ് പരിശോധിക്കുന്നതിനുള്ള ചില മെത്തേഡുകളുണ്ട്, ചില രീതികളുണ്ട്. ആ രീതികളെ പറ്റിയെല്ലാം ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പഠിച്ചാൽ ലഭിക്കും. വളരെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് ഇതിൽ, ബിക്കോസ് യു ആർ യൂസിങ് റേഡിയോ ഐസോട്ടോപ്സ്. പിന്നെ ഉള്ളതാണ് പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയാക് സർജറീസ്.
അതായത് കാർഡിയോ തൊറാസിക് സർജറീസ്, ഹാർട്ട് മാറ്റിവെക്കുന്ന അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെർഫ്യൂഷൻ മെഡിസിൻ എന്നൊരു ബ്രാഞ്ച് ഉണ്ട്. അതിന് ചില ടെക്നിക്സും അതിന് ഡോക്ടേഴ്സിനെ ഇത് സർജനെ സഹായിക്കുന്ന ഒരാളായി നിങ്ങൾക്ക് നിൽക്കാം. അതിനുള്ള ഒരു കോഴ്സാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. പിന്നെ അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരെ സഹായിക്കുന്ന ഡയാലിസിസ് ടെക്നോളജി, BSc ഇൻ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഡയാലിസിസ് ടെക്നോളജി. ഡയാലിസിസ് ഒരു പ്രോസസ്സാണ്. ആ ഡയാലിസിസ് കിഡ്നി സംബന്ധമായ രോഗമുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് ബ്ലഡ് എല്ലാം ഡയാലിസിസ് എന്നൊരു പ്രോസസ്സ് നടത്തേണ്ടതുണ്ടാവും. അതിനുള്ള ടെക്നോളജിയൊക്കെ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം ഇപ്പോൾ സർവ്വസാധാരണമാണ്. സോ അതിന് ഡോക്ടറെ സഹായിക്കുന്ന, അതിന് സർജനെ സഹായിക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾക്ക് കിട്ടുക. BSc അത് പഠിക്കുന്ന കോഴ്സാണ് BSc റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വാസകോശം, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടുക. പിന്നെ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യൻസിന് വേണ്ട എന്തൊക്കെ ആഹാര രീതിയാണ്, ഭക്ഷണ രീതിയാണ് കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും. ഈ ഡയറ്റീഷ്യൻ ആവുന്നതിനുള്ള ഒരു കോഴ്സാണ് BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്. പിന്നെ സ്പോർട്സ് മെഡിസിൻ, BSc ഇൻ സ്പോർട്സ് മെഡിസിൻ സാധാരണ ഫിസിയോതെറാപ്പിനോട് ചേർന്നിട്ട്, ഫിസിയോതെറാപ്പി BPT കോഴ്സിനോട് ചേർന്നിട്ട് നടക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ ചില മെഡിക്കൽ കോളേജുകൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഴ്സുണ്ട്. സ്പോർട്സ് മെഡിസിൻ വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ സ്പോർട്സ് മെഡിസിനിൽ നിങ്ങൾക്ക് ട്രെയിനിങ്, നിങ്ങൾ സ്പോർട്സ് പേഴ്സൺസിനെ സഹായിക്കാം. അവർക്ക് വേണ്ട എക്സസൈസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട മെഡിക്കൽ ആസ്പെക്ട്സ് പറഞ്ഞു കൊടുക്കുന്നതിനുമല്ല. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലായാലും ഒരു ഡോക്ടർ ആവണമെന്നില്ല, നിങ്ങൾ യു വിൽ ബി ആൻ അഡ്വൈസർ. ഓക്കെ, സോ അതുപോലത്തെ BSc എക്സസൈസ് ആൻഡ് സ്പോർട്സ് മെഡിസിൻ. പിന്നെ ഫാർമസി, B.Pharm എന്ന കോഴ്സാണ്, ഫാർമസിസ്റ്റ് ആവാനുള്ള കോഴ്സാണ്. നഴ്സിംഗ്, ഓഫ് കോഴ്സ് ഐ ടോൾഡ് യു. സോ ഇതൊക്കെയാണ് നമ്മൾ ചില പാരാമെഡിക്കൽ കോഴ്സുകൾ. ഇതിൽ ചില പാരാമെഡിക്കൽ കോഴ്സുകൾ BSc നഴ്സിംഗ്, BSc B.Pharmacy തുടങ്ങിയ കോഴ്സുകൾക്ക് അതിൻ്റേതായ കൗൺസിലുകളുണ്ട്. കൗൺസിൽസ്, ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഈ കൗൺസിലുകളുടെ അംഗീകാരമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. ഈ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകളിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽസ് നോക്കുക. ഇതെല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്. നഴ്സിംഗും ഫാർമസിയും MLTയും ഫിസിയോതെറാപ്പിയും മാത്രമല്ല, ഞാൻ പറഞ്ഞ മറ്റു കോഴ്സുകളും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് എവിടെയാണ് ഉള്ളതെന്നെല്ലാം ഇപ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതിൽ നോക്കി, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഈ കോളേജുകളിലെല്ലാം വെബ്സൈറ്റിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും, ഈ കോഴ്സുകളെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ കുടുംബക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഏത് കോഴ്സാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആ തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചില കോഴ്സുകൾക്ക് ഗവൺമെൻറ് സർക്കാർ തലത്തിൽ ജോലികൾ അത്ര ഇല്ലെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ധാരാളം ജോലി സാധ്യത ഉണ്ട്. വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിങ്ങൾക്ക് ജോലി കിട്ടുക ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. സോ അപ്പോൾ അവർ നോക്കുന്നത് നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വളരെ റെപ്യൂട്ടഡ് ആയിരിക്കണം. റെപ്യൂട്ടഡ് വേറൊരു ടേം ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. സോ ഇഫ് യു സ്റ്റഡി ഇൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എപ്പോഴും അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്, പ്രത്യേകിച്ച് ഇത്തരം പാരാമെഡിക്കൽ കോഴ്സ്. ഞാൻ മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കൂടി മറന്നുപോയി, ജിപ്മർ പോണ്ടിച്ചേരി. അതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇത്തരം കോഴ്സുകളെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.